നമസ്കാരം. 2016 ഏപ്രിൽ 28 രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പെരുമ്പാവൂരിലെ ഇരുവിച്ചിറ കനാലിന്റെ അടുത്ത് കുറുപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്തുകൂടി രാജശ്രീ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവര് വീടിന് മുന്നിലെത്തിയപ്പോൾ വീടിന് മുന്നിൽ ലൈറ്റ് ഇല്ല. സാധാരണഗതിയിൽ ആ സമയത്ത് മകൾ ജിഷ ലൈറ്റ് ഇടേണ്ടതാണ്. ലൈറ്റ് ഇട്ടിട്ടില്ലെന്ന് കണ്ടതും വീടിനടുത്തേക്ക് എത്തും മുന്നേ തന്നെ രാജശ്രീ ജിഷയെന്ന് വിളിക്കുന്നുണ്ട്. ജിഷയെന്ന് വിളിച്ചുകൊണ്ടാണ് രാജശ്രീ വീടിനടുത്ത് എത്തിയതും വാതിലിൽ തട്ടിയതും. വീടിന്റെ മുൻവശത്തെ വാതിലിൽ ആഞ്ഞു തട്ടിയിട്ടും അകത്തുനിന്ന് അനക്കമില്ല എന്ന് മനസ്സിലായതും നല്ല ഇരുട്ടുള്ള ആ സമയത്ത് രാജശ്രീ അടുത്തുള്ള വീട്ടുകാരോട് ജിഷ അങ്ങോട്ടെങ്ങാനും വന്നു എന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി, ജിഷ ഇവിടെ നിന്ന് വന്നില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞ ആ അയൽ വീട്ടുകാർ രാജശ്രീയുടെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്തു. അവരുടെ ആ വിളിയും ചോദ്യവും അവരുടെ വീടിന്റെ തൊട്ടു മുന്നിലുള്ള റോഡിന്റെ അപ്പുറത്തുള്ള ആളുകളും കേട്ടു. അവരും രാജശ്രീയുടെ വീടിനടുത്തേക്ക് വന്നു. പെട്ടെന്ന് അവിടെ ഒരു 7 ആളുകളായി. എല്ലാവരും ആ ഫ്രണ്ടിലത്തെ വാതിൽ തട്ടി വിളിക്കുകയൊക്കെ ചെയ്തു. അകത്തുനിന്ന് അനക്കൊന്നുമില്ല. ലൈറ്റ് ഒന്നും ഇടാതെ ജിഷ സാധാരണ ഒരിടത്തും പോകാറില്ലല്ലോ, വീടിനകത്തുണ്ടെങ്കിലും ലൈറ്റ് ഇടേണ്ടതല്ലേ? അങ്ങനെ പറഞ്ഞപ്പോൾ പലർക്കും ഒരു ഭയം തോന്നി തുടങ്ങി. അപ്പോഴാണ് പഞ്ചായത്ത് മെമ്പർ അങ്ങോട്ടേക്ക് വന്നത്. ആ ആളോട് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ കാര്യം പറഞ്ഞതും അയാൾ അവരോട് പറഞ്ഞു, നമുക്ക് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇപ്പൊ തന്നെ പോലീസിൽ അറിയിക്കണം. അയാൾ ഉടൻ തന്നെ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ തന്നെ ആ വീടിന്റെ പശ്ചാത്തലവും വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടില്ലെന്നുള്ള കാര്യവും വാതിലുകൾ അടഞ്ഞു കിടക്കണമെന്നുള്ള കാര്യമൊക്കെ പഞ്ചായത്ത് മെമ്പർ കൃത്യമായിട്ടും ആ ഫോൺ എടുത്ത പോലീസുകാരനോട് പറഞ്ഞിരുന്നു. അയാൾ ഉടൻ തന്നെ അയാളുടെ മൊബൈൽ ഫോണിൽ പട്രോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ സോണി മത്തായി വിളിച്ച് കാര്യം പറഞ്ഞു. സോണി മത്തായി ആ സമയത്ത് കുറുപ്പുംപടിക്ക് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അയാൾ ഉടൻ തന്നെ ആ വീടിനടുത്തെത്തി. വീടിനടുത്തെത്തിയ സോണി മത്തായി ആദ്യം മറ്റുള്ളവരെ പോലെ ആ ഫ്രണ്ട് വാതിൽ ഒന്ന് തട്ടി. ആ വീടിന്റെ വാതിലിനടുത്ത് സ്വിച്ചിന് സമീപത്തായി മുകളിലത്തെ മേൽക്കൂരയോട് ചേർന്ന് ചെറിയൊരു ഓട്ടയുണ്ട്. സോണി വാതിൽ നിന്ന് ആ ഓട്ടയിലൂടെ എത്തി നോക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ഒന്നും കാണാൻ പറ്റാതായതും സോണി താഴെ ഇറങ്ങിയിട്ട് ആ വീടിന്റെ പുറകിലോട്ട് നടന്നു. ആ ടോർച്ച് അടിച്ച് തെളിച്ചുകൊണ്ട് പുറകിലോട്ട് പോയ സോണി നടന്ന് വീടിന്റെ പുറകിലെത്തി. അവിടുത്തെ വാതിലും അടച്ചിരിക്കുകയാണ്. സോണി ആ വാതിലിൽ ഒന്ന് ആഞ്ഞു തള്ളി. ആ വാതിലിൽ സോണി ആഞ്ഞു തള്ളിയതും വാതിൽ അകത്തേക്ക് തുറന്നു. സോണി മത്തായി എന്ന ആ സബ് ഇൻസ്പെക്ടർ ആ ടോർച്ച് തെളിച്ചു പിടിച്ചുകൊണ്ട് ആ വീടിനകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്ന് ഏതാനും സ്റ്റെപ്പുകൾ വെച്ചതും അദ്ദേഹം ആ വീടിന്റെ പ്രധാന മുറിയിലെത്തി. അവിടെ ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ കണ്ട കാഴ്ച ശരിക്കും സോണിയെ സ്തംഭിപ്പിച്ചു എന്ന് പറയാം. ഞെട്ടിപ്പോയ സോണി അതിവേഗം പുറത്തേക്കിറങ്ങി. സോണി പുറത്തിറങ്ങുമ്പോഴേക്കും ആ പഞ്ചായത്ത് മെമ്പറും സമീപത്തുള്ള വീട്ടുകാരൊക്കെ ആ പുറകിലത്തെ വാതിലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവരോട് അകത്ത് കണ്ട കാഴ്ച സോണി പറഞ്ഞു. ഈ സമയത്താണ് രാജശ്രീ അവിടേക്ക് വന്നത്. രാജശ്രീ ആ സബ് ഇൻസ്പെക്ടർ പറഞ്ഞ വാചകത്തിന്റെ ഏതാനും അംശങ്ങൾ മാത്രമാണ് കേട്ടത്. അവരുടെ മകൾ ജിഷയ്ക്ക് എന്തോ സംഭവിച്ചുവെന്ന് ആ SIയുടെ വാചകത്തിൽ നിന്ന് മനസ്സിലായ രാജശ്രീ ഉടൻ തന്നെ വീട്ടിനകത്തേക്ക് കയറി. തൊട്ടുപുറകെ ആ പഞ്ചായത്ത് മെമ്പറും അടുത്തുള്ള വീട്ടുകാരായ ശ്രീജിയും സാബുവും ലേഖയും അവർക്കൊപ്പം അകത്തേക്ക് കയറി. ആ 5-6 പേര് അകത്തേക്ക് കയറുമ്പോൾ SI സോണി അവർക്ക് മുന്നിൽ തന്നെ ഉണ്ട്. അകത്തുള്ള ഒരു തെളിവിലും അവരാരും തുടരുതെന്നുള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ ഒന്നിനെ പിടിക്കുന്നു ചെയ്യരുത്. മത്തായി പറയുമ്പോഴേക്കും രാജശ്രീ ശരിക്കും ആ പ്രധാന മുറിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ ആ കാഴ്ച കണ്ട ആ സ്ത്രീ അലറിക്കൊണ്ട് താഴെ വീണു. ശരിക്കും അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവരവിടെ കാണുന്നത്. അവരുടെ മകൾ ജിഷ അർദ്ധനഗ്നിയായി അവിടെ ആ മുറിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ജിഷയുടെ ചുരിദാറിന്റെ ടോപ്പ് മാത്രമേ ജിഷയ്ക്കുള്ളൂ. പാൻസ് ഊരി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ജിഷയുടെ നെറ്റിയിൽ നിന്ന് കാല് വരെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ശരിക്കും രാജശ്രീ ബോധം കെട്ട് വീഴുമ്പോഴാണ് SIക്കൊപ്പമുള്ള പോലീസുകാരൻ കൂടി അകത്തേക്ക് കടക്കുന്നത്. ആ ആളും ആ പഞ്ചായത്ത് മെമ്പറും ലേഖയും ശ്രീജിയും കൂടെ ചേർന്ന് രാജശ്രീയെ ആ വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. സോണി മത്തായി ആ വീടിന്റെ പുറകുവശത്തെ വാതിൽ ചാരിങ് അടച്ചു. നേരത്തെ എങ്ങനെയാണോ ആ വാതിൽ ഇരുന്നത് അതുപോലെ അടച്ചു. ഈ സമയത്ത് ആ വീടിനകത്ത് സോണി മത്തായി ഓണാക്കിയ ലൈറ്റുകൾ കത്തിക്കിടപ്പുണ്ട്. അദ്ദേഹം ലൈറ്റ് ഇട്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് അകത്തുള്ള ആ വിഷ്വൽ കൃത്യമായി കാണാൻ പറ്റിയത്. ആ വിഷ്വലിന്റെ നടുക്കം പുറത്തേക്ക് എത്തുമ്പോഴും ബാക്കിയുള്ള ആർക്കും വിട്ടുപോയിട്ടില്ല. അവര് രാജശ്രീയുമായി വീടിന്റെ മുന്നിലെത്തുമ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ കൂടി സംഭവ സ്ഥലത്തെത്തി. ആ 2 പോലീസുകാരെയും
വീടിന് കാവലിട്ടിട്ട് രാജശ്രീയുമായി SI സോണി മത്തായി പെരുമ്പാവൂർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഈ സമയത്ത് രാജശ്രീയുടെ വീട്ടിന് അടുത്തുള്ള ആ കുറുപ്പമ്പടിയിലെ ആളുകളൊക്കെ ആ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അവരെല്ലാവരും വല്ലാതെ അമ്പരന്നിരിക്കുകയാണ്, ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അകത്തേക്ക് ആരെയും പിന്നീട് കയറ്റാൻ ആ പോലീസുകാർ സമ്മതിക്കുന്നില്ല. അകത്തേക്ക് കയറിയ ആ 4 സംഘം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആ കോളനിയിലെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. തങ്ങൾ കണ്ട കാര്യം പൊടിപ്പും തൊങ്ങലും വെച്ച് അവർ കേൾക്കാൻ വരുന്ന ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാജശ്രീയുമായി സോണി മത്തായി പെരുമ്പാവൂർ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. അവിടെ രാജശ്രീയെ അഡ്മിറ്റ് ചെയ്തു. രാജശ്രീയെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം സോണി മത്തായി അവിടെ നിന്ന് കുറുപ്പുംപടി സ്റ്റേഷനിലെത്തി. അദ്ദേഹം സ്റ്റേഷനിലെത്തിയതും വിവരം ഹയർ ഓഫീഷ്യൽസിന് റിപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്കും രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇനി മറ്റു നടപടികളിലേക്ക് കടന്നുകൊണ്ട് കാര്യമില്ല എന്നറിയാവുന്ന ഹയർ ഓഫീഷ്യൽസ് പിറ്റന്നാണ് നടപടികളിലേക്ക് കടന്നത്. പിറ്റന്ന് രാവിലെ പെരുമ്പാവൂർ മേഖലയുടെ ചുമതല വഹിക്കുന്ന DYSP ജിജിമോന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ ആ വീട്ടിലെത്തി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും ഒക്കെ കൂടെ ഉണ്ട്. ഈ സമയമായപ്പോൾ ആ കോളനിയിൽ ജനങ്ങൾ ഒന്നാകെ തടിച്ചു കൂടിയിരിക്കുകയാണ്. ചാനലുകൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പ് ആക്കിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. ആ സമയത്താണ് ഇലക്ഷൻ പ്രഖ്യാപനം നടക്കുന്നത്. ഇലക്ഷൻ കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും സകല പ്രതിപക്ഷ നേതാക്കളും ആ വീടിനടുത്തേക്ക് പാഞ്ഞെത്തുകയാണ്. അതിരാവിലെ തന്നെ ഫോറൻസിക് വിഭാഗം അവരുടെ നടപടികളിലേക്ക് കടന്നു. ആ വീട്ടിൽ ഒരുപാട് വിരൽ അടയാളങ്ങളുണ്ട്. കൈപ്പത്തിയും വിരലുകളും ഒക്കെ ഇഷ്ടം പോലെ ആ വീടിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങൾ മുഴുവൻ ആ വിരൽ അടയാള വിദഗ്ധർ ശേഖരിച്ചു. ആ സമയത്ത് പ്രാഥമിക നിഗമനം ജിഷയുടെ ബോഡി കാണുന്ന ആർക്കും മനസ്സിലാവും. അവളെ അതിക്രൂരമായി കൊല ചെയ്തിരിക്കുകയാണ്. അവളുടെ നെറ്റിയുടെ വലതു ഭാഗത്തുനിന്ന് തുടങ്ങുന്ന മുറിവുകൾ മുഖത്തൂടി, കഴുത്തിലൂടി, നെഞ്ചിലൂടി, അബ്ഡോമിനിലേക്കും അവിടെ വെജീന ഭാഗത്തേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അതീവ ക്രൂരമായി ആ പെൺകുട്ടിയെ വെട്ടി നുറുക്കിയിരിക്കുകയാണ്. പല മുറിവുകളും നമ്മളെ അമ്പരപ്പിക്കുന്ന ശൈലിയിലാണ്. അവളുടെ പാൻസ് ഊരി മാറ്റിയിട്ടുണ്ട്. അവള് അടിവസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു രംഗം അവളുടെ ആ വെജീനയുടെ ഭാഗത്തു നിന്നാണ്. വെജീനയും ഏനസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വെട്ട് അവളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. വെട്ടി 2ആയി പിളർന്നിരിക്കുന്ന ആ ഭാഗത്തൂടി കുടല് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. ഏകദേശം 30 സെന്റിമീറ്റർ കുടൽ പുറത്തു വന്നിരിപ്പുണ്ട്. അതീവ ക്രൂരമായി ആ LLB വിദ്യാർത്ഥിനിയെ കൊല ചെയ്തിരിക്കുകയാണ്. ഒന്നിലധികമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആ കൃത്യത്തിൽ പങ്കാളിയാണെന്ന് അവളുടെ ദേഹത്തുള്ള മുറിവുകൾ കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും. ഒരുപാട് മുറിവുകളാണ് ശരീരത്തിൽ പറ്റിയിരിക്കുന്നത്. ഫോറൻസിക് വിഭാഗം അവളുടെ ആ ദേഹത്തുള്ള മുറിവുകൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണ്. അതേസമയത്ത് ആ മുറിക്കുള്ളിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകളൊക്കെ ശേഖരിക്കുന്നുണ്ട്. വിദഗ്ധനായ പരിശീലകരുടെ സഹായത്തോടുകൂടി ആ ബോഡിയും ചുറ്റുപാടുകളും മണത്തതിന് ശേഷം പോലീസ് നായി ആ വീട്ടിന്റെ പുറകുവശത്തെ വാതിൽ വഴി പുറകിലേക്ക് ചാടി. ആ നായി അവിടെ നിന്ന് ഓടി നേരെ എത്തിയത് പുറകുവശത്തെ ആ ചെറിയ തോട് പോലുള്ള സ്ഥലത്താണ്. ചെളി പൊതിഞ്ഞു കിടക്കുന്ന ഒരു തോടാണെന്ന് വേണമെങ്കിൽ പറയാം. ആ തോട്ടിലേക്ക് ആ നായ ഇറങ്ങിയിട്ട് അത് ആ തോട് കടന്ന് മറുകരയിലേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ ആ നായ്ക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള മടിയുണ്ടായി. ആ പരിശീലകർ അതിനെ വീണ്ടും ആ സ്മെല്ല് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു ദൂരം കൂടെ പോയി അത് ഓട്ടം അവസാനിപ്പിച്ചു. ജിഷയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കൊലപാതകയോ അല്ലെങ്കിൽ കൊലപാതകികളോ തോട്ടിലൂടെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ തോട്ടിൽ പരിശോധന നടത്തപ്പോൾ പോലീസിന് 2 ചെരുപ്പുകൾ കിട്ടി, ഒരു ജോഡി ചെരുപ്പ്. ആ തോട് കടക്കാൻ കൊലപാതകികൾ ശ്രമിച്ചപ്പോൾ ആരുടെയോ ചെരുപ്പുകൾ അവിടെ അടിഞ്ഞു വീണതാണ്. ആ കാര്യം പോലീസിന് ഏതാണ്ട് മനസ്സിലായി. അത് തൊണ്ടി സാധനമായി എടുത്തു. ഈ സമയത്ത് DYSPയുടെ നേതൃത്വത്തിൽ ചുറ്റുപാടുമുള്ള അയൽക്കാരോട് കാര്യങ്ങൾ തിരക്കുകയാണ്. അവരിൽ പലരും ജിഷയെ 28-ാം തീയതി രാവിലെ 8:30 കണ്ടിരുന്നു. ചിലർ 10:00 കണ്ടിരുന്നു. ചിലർ അന്നേ ദിവസം വൈകുന്നേരം 5:00 ജിഷയെ കണ്ടിരുന്നു. ആ സമയത്തൊക്കെ ജിഷയുടെ വേഷം അവളെ ആ രാത്രിയിൽ കണ്ട അതേ ചുരിദാർ തന്നെയാണ്. അവള് വെള്ളം എടുത്തിട്ട് വരുന്നത് കണ്ട ആളുകളുണ്ട്. വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണി കഴിഞ്ഞ സമയത്ത് അതിൽ ഒരു സ്ത്രീ അവരുടെ വീടിന്റെ അടുത്തുനിന്ന് ജിഷയുടെ വീടിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ കോൾ അവൾക്ക് വന്നിരുന്നു. അവൾ ആ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം അവൾ കേൾക്കുകയും ചെയ്തു. ആരോ അലറി കരയും പോലുള്ള ഒരു ശബ്ദമാണ് അവൾ കേട്ടത്. ആ ശബ്ദം കേട്ടതും അവൾ ആ റോഡിന്റെ മറുകരയുള്ള ആളോട് നിങ്ങളൊരു ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചു.
ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ശബ്ദം കേട്ട ദിക്ക് ചൂണ്ടിക്കാണിച്ചു. അത് ജിഷയുടെ വീടിരിക്കുന്ന ഭാഗമാണ്. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്ന് രണ്ട് ആളുകൾ അതുവഴി വന്നു. നിങ്ങളെന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നതെന്ന് ആ ആള് ചോദിക്കുകയും അവര് ആ ശബ്ദം കേട്ട കാര്യം അയാളോട് പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അവര് അമ്മയും മോളും സ്ഥിരം വഴക്കല്ലേ, ഇന്നും വഴക്ക് തുടങ്ങിക്കാണും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ സൈക്കിളിൽ അങ്ങ് പോയതും ബാക്കിയുള്ള ആളുകളും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ആകുമ്പോഴാണ് രാജശ്രീയുടെ വിളി കേൾക്കുന്നതും അവരൊക്കെ ഓടി വരുന്നതും. ഈ കാര്യങ്ങൾ പറഞ്ഞ ആ വ്യക്തി മറ്റൊരു കാര്യം കൂടി പോലീസിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു. ആ ശബ്ദം കേട്ടതിന് ശേഷം അവളുടെ വീടിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ജിഷയുടെ വീടിന്റെ പുറകെ കൂടി ഒരാള് നടന്നു പോകുന്നതായി അവൾ കണ്ടിരുന്നു. അത്ര പൊക്കമൊന്നുമില്ലാത്ത ഒരാളാണ്. ഒരു മഞ്ഞ ഷർട്ടാണ് അയാൾ ധരിച്ചിരുന്നത്. ആ ആള് ആ വരമ്പിന്റെ ഭാഗത്തൂടി നടന്ന് ആ കനാലിന്റെ ഭാഗത്തുള്ള മരത്തിൽ പിടിച്ച് ആ കനാലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതായി അവിടെ അലക്കാനിട്ടിരുന്ന തുണികൾക്കിടയിലൂടെ അവൾ കണ്ടു. ആ കാര്യം അവൾ പോലീസിനോട് പറഞ്ഞു. ശ്രീഹ എന്നും ലേഖ എന്നും പേരുള്ള 2 ആളുകളാണ് ഈ കഥകളൊക്കെ പോലീസിനോട് പറഞ്ഞത്. അവര് ജിഷയുടെ വീടിന്റെ ഇടതും വലതുമായിട്ടൊക്കെ താമസിക്കുന്ന ആളുകളാണ്. ഈ സമയമായപ്പോൾ ഫോറൻസിക് വിഭാഗം അവരുടെ അന്വേഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ആ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ആ ബോഡി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചാനലുകൾ അതിന്റെ ലൈവ് ടെലികാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആംബുലൻസിൽ ജിഷയുടെ ബോഡി കയറ്റുന്നതും അത് പെരുമ്പാവൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പാഞ്ഞു പോകുന്നതുമായിട്ടുള്ള വിഷ്വലുകൾ ലൈവായി കാണിക്കുകയാണ്. ഈ സമയത്ത് ജിഷ പഠിച്ചിരുന്ന ലോ കോളേജിലെ കുട്ടികൾ ആകെ അജിറ്റഡായിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലെ ഒരു വിദ്യാർത്ഥിനിയാണ് അതീവ ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നത്. ഈ സംഭവവികാസങ്ങൾ ഇനി നടക്കുമ്പോൾ ചില വാർത്തകൾ കൂടി പുറത്തേക്ക് വരികയാണ്. പെരുമ്പാവൂർ MLA ആയ PP തങ്കച്ചന്റെ വീട്ടിൽ ജോലിക്ക് പോകുന്ന സ്ത്രീയാണ് രാജശ്രീ. രാജശ്രീ ജോലിക്ക് പോകുന്നത് ഒരു UDF MLAയുടെ വീട്ടിലാണ് എന്ന കാര്യം പുറത്തായതും അതുമായി കണക്ട് ചെയ്തുകൊണ്ട് അഭ്യൂഹങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായി. ശരിക്കും രാഷ്ട്രീയ യുദ്ധം നടക്കുന്ന സമയമാണ്. കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായി പരമാവധി ഫലപ്രദമായി ഉപയോഗിക്കാൻ VS അച്യുതാനന്ദന് ഒരു വല്ലാത്ത കഴിവുണ്ട്. ആ കഴിവ് VS അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി എടുത്ത് സമർത്ഥമായി ഉപയോഗിച്ചതും സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിൽ വീണതുപോലെയായി. അതീവ ക്രൂരമായിട്ടാണ് ഒരു നിയമ വിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം ഈ നാടിനെ എത്തിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടോ എന്നൊക്കെയാണ് VS ചോദിക്കുന്നത്. ശരിക്കും UDF സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന പ്രഹരശേഷിയാണ് VSന്റെ ഓരോ പ്രസ്താവനയ്ക്കും. പിണറായി ആ വിഷയം ആ സമയത്താണ് ഏറ്റെടുക്കുന്നത്. പിണറായി ഉമ്മൻചാണ്ടിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉമ്മൻചാണ്ടിയെ സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് കോർണർ ചെയ്ത് പിണറായി നടത്തുന്ന ആ യുദ്ധത്തിന് ഈ സംഭവം ഒരു വലിയ മുതൽക്കൂട്ടായി മാറി. പിണറായി ടീമും ഒന്നടങ്കം ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചു തുടങ്ങി. ഈ സമയത്ത് ജിഷയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. ജിഷയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സ് പോലും ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറയാം. അവളുടെ നെറ്റിയുടെ മുകൾ ഭാഗത്താണ് ആദ്യത്തെ മുറിവ്. നെറ്റിയുടെ ഈ ഭാഗത്ത് വലത് ഭാഗത്തായി വെട്ടിമുറിച്ചിട്ടുണ്ട്. അതുപോലെ കവിളിൽ വെട്ടിമുറിച്ചിട്ടുണ്ട്. മൂക്കിന് കുറുകെ വെട്ടിമുറിച്ചിട്ടുണ്ട്. മൂക്കിന് 2 വശത്ത് വെട്ടിമുറിച്ചിട്ടുണ്ട്. ചുണ്ട് മുറിച്ചിട്ടുണ്ട്. താടി മുറിച്ചിട്ടുണ്ട്. മുഖത്ത് തലങ്ങും വിലങ്ങും വെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴുത്തിൽ, പിൻകഴുത്തിൽ, നെഞ്ചിൽ, ബ്രസ്റ്റിന്റെ ഇടതും വലതും, വയറ്, അതുപോലെ വെജീന എനസ് ഭാഗം വെട്ടിമുറിച്ചിട്ട് കൂടുതൽ വലിച്ച് പുറത്തെടുത്തിരിക്കുകയാണ്. ഈ ശൈലിയിൽ ക്രൂരമായി ആരെങ്കിലും ഒരു കൊലപാതകം നടത്തുവോ? അത് കാണുന്ന ഏതൊരാൾക്ക് ആ സംശയം തോന്നും. ജിഷയുടെ ഷോൾഡറിന്റെ ഭാഗത്ത് പല്ല് ആഴ്ന്നിറങ്ങിയ ഒരു പാടുണ്ട്. ജിഷയെ കൊല ചെയ്യാൻ ശ്രമിച്ച വ്യക്തികളിൽ ഒരാൾ ജിഷയുടെ ഷോൾഡറിൽ കടിച്ചിരിക്കുകയാണ്. അങ്ങനെ കടിക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചിരിക്കണം. ജിഷയും ആ ആളും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടായിട്ടുണ്ടാവും. ജിഷയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അയാൾ സ്വയ രക്ഷാർത്ഥം ജിഷയെ കടിച്ചതാകണം. ജിഷയെ കടിച്ച വ്യക്തിയുടെ ആ പല്ലുകൾ പതിഞ്ഞിരിക്കുന്ന അടയാളം നോക്കിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ഒരു നിഗമനത്തിൽ കൂടി എത്തിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മുൻവശത്തെ 2 പല്ലുകൾക്കിടയിൽ നല്ല ഗ്യാപ്പുണ്ട്. ആ വാർത്തയും ന്യൂസ് ചാനലുകൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ചോർന്നു കിട്ടി. മുൻവശത്തെ പല്ലുകൾക്കിടയിൽ ഒരു വിടവുള്ള വ്യക്തിയാണ് ജിഷയെ ആക്രമിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ജിഷയെ ആക്രമിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ട്. ആ ആള് മഞ്ഞ ഷർട്ടാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തിക്ക് അധികം പൊക്കമില്ല. അയാളുടെ ചെരുപ്പുകൾ അവിടെ തോട്ടിന്ന് കിട്ടിയിട്ടുണ്ട്. അയാൾ ഒരു ലോക്കലായിരിക്കാൻ സർവ്വസാധ്യതയുമുണ്ട്. അതിന്റെ കാരണം ആ ആക്രമണം നടന്നിരിക്കുന്ന സമയമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ജിഷ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് 5:30 മണിക്കും 6 മണിക്കും ഇടയിലാണ്. ആ സമയത്ത് വളരെ ലൈവായിട്ട് ജിഷയുടെ വീട്ടിൽ നിന്ന് 10-12 മീറ്ററുകൾക്ക് അപ്പുറത്ത് ആൾക്കാരുണ്ടായിരുന്നു.
അവർ പലരും ആ സമയത്ത് ആ വീടുകൾക്ക് മുന്നിലും ഉണ്ടായിരുന്നു. എന്നിട്ടും അവരാരും ജിഷ ഉറക്കെ നിലവിളിക്കുന്നത് കേട്ടില്ല. ഒരു സ്ത്രീ മാത്രമാണ് ഒരു കരച്ചിൽ കേട്ടതുപോലെ തോന്നിയെന്ന് അടുത്തുള്ള വീട്ടുകാരിയോട് പറഞ്ഞത്. ജിഷയും രാജേശ്വരിയും തമ്മിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടാക്കുന്ന പതുകൊണ്ട് രാജേശ്വരി ചിലപ്പോഴൊക്കെ അതിന്റെ പേരിൽ ജിഷയെ തല്ലും. ആ തല്ല് കിട്ടുമ്പോൾ ജിഷ കരയും. ഇതൊക്കെ ഒരു സ്ഥിരം പ്രതിഭാസമായതുകൊണ്ട് ആളുകൾ അതിനത്ര സീരിയസ് ആയി കണ്ടിരുന്നില്ല. ഈ സംഭവവികാസങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ജിഷയുടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച ആ നിമിഷത്തിലാണ് പെരുമ്പാവൂർ ഹോസ്പിറ്റലിൽ നിന്ന് രാജേശ്വരിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. മകളുടെ ജീവനില്ലാത്ത ആ ഡെഡ് ബോഡിയാണ് അമ്മ കാണുന്നത്. വെട്ടി മുറിക്കപ്പെട്ട ജിഷയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരുക്കി അവിടെ ടേബിളിൽ കിടത്തിയിരിക്കുകയാണ്. ജിഷയെ കണ്ട രാജേശ്വരി ഒരിക്കൽ കൂടി അലറി കരയുമ്പോഴേക്കും കൂടുതലുള്ള ആളുകൾ അവരെ അവരുടെ പുറത്തേക്ക് ചേർത്ത് പിടിച്ചു. ആ രംഗം അതുപോലെ ചാനലുകൾ ഒപ്പിയെടുക്കുകയും ലോകം മുഴുവൻ കാണിക്കുകയും ചെയ്തു. ശരിക്കും ആളുകളെ കരയിപ്പിച്ച ആ രംഗം ഒരു വല്ലാത്ത റിഫ്ലക്ഷനാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. ഒരു നിയമ വിദ്യാർത്ഥിനിക്ക് പകൽ അവളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ശൈലിയിൽ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ സർക്കാരിനെ ഇനിയും തുടരാൻ അനുവദിച്ച ഇത് പല വീടുകളിലേക്കും വ്യാപിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിനെ എത്രയും പെട്ടെന്ന് ഈ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ള ശൈലിയിലുള്ള കമന്റുകൾ വ്യാപകമായി ഉണ്ടാവുകയാണ്. ഈ കൊലപാതകത്തിന് UDF-മായി ബന്ധമുണ്ടെന്ന് വരെയുള്ള ആരോപണങ്ങൾ ഉണ്ടായി. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും വൻ പ്രഷർ രമേശ് ആ സമയത്ത് പോലീസ് മുകളിൽ കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണം. പ്രതികൾ ആരെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പോലീസ് കാടടച്ച് അന്വേഷിക്കണമെന്ന് പറയാം. രമേശ് ചെന്നിത്തല IG മഹിബൽ യാദവിനാണ് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. മഹിബൽ യാദവിന്റെ കീഴിൽ 2 DYSPമാർ, ജിജിമോനും ബിജു അലക്സാണ്ടറും, അവരുടെ കീഴിലായി ഒത്തിരി സർക്കിൾ ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരും അടങ്ങിയ ഒരു വലിയ ടീം, ഒരു എൻറ്റയർ ടീം തന്നെ ജിഷയുടെ ആ ദാരുണമായ മരണം അന്വേഷിക്കാനായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർ കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ചു തുടങ്ങിയാണ്. സമീപത്തുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള ആളുകളുടെ ലിസ്റ്റിൽപ്പെടുത്തി അവരെ നിശ്ചിതമായി ചോദ്യം ചെയ്തു തുടങ്ങി. പട്ടാപ്പകലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. കൊല നടന്ന വീട്ടിൽ നിന്ന് 5-6 മീറ്റർ ഡിഫറൻസിൽ വേറെ വീടുകളുണ്ട്. ആ വീട്ടിലേക്ക് ആളുകളുണ്ട്. ആ വീട്ടിലേക്ക് ആളുകൾ മുറ്റത്ത് നിൽക്കുകയുമായിരുന്നു. എന്നിട്ടും അവരാരും ആ സമയത്ത് ആ വീട്ടിലെ ആ കൊലപാതകം അറിഞ്ഞില്ല എന്നത് പോലീസിനെ തെല്ലുന്നുമല്ല അതിശയപ്പെടുത്തിയത്. പഞ്ചായത്ത് മെമ്പറും ബാക്കിയുള്ള ആളുകളൊക്കെ അവരെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്നുണ്ട്. പോലീസ് ആ എൻറ്റയർ വിവരം ശേഖരിക്കുകയാണ്. ഇപ്പൊ പോലീസിന് ഒരു കാര്യം അറിയാം, രാജേശ്വരി ആ വീട്ടിൽ ഇല്ല എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള ആരുമാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ വീടിനകത്തേക്ക് കടന്നതും ജിഷയെ വകവരുത്തിയതും. രാജേശ്വരി അവിടെ ഇല്ല എന്നുള്ള വിവരം ആർക്കായിരിക്കും അറിയാവുന്നത്? സ്വാഭാവികമായിട്ടും അത് ലോക്കൽ കക്ഷികൾക്കാണ്. ആ വീടിന് സമീപത്തുള്ള ആരോ ആണ് ആ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് ഏകദേശം ഒരു ധാരണ പോലീസിനുണ്ടായതും പോലീസ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെ ബേസിൽ ഒരു അന്വേഷണ രീതി തീരുമാനിച്ചു. മുൻവശത്തെ പല്ലിൽ വിടവുള്ള ആളായിരിക്കുമല്ലോ ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുക. അങ്ങനെ ലോക്കലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിയപ്പോൾ അവർക്ക് ഒരാളെ കിട്ടി. സാബു എന്നാണ് അയാളുടെ പേര്. അയാളുടെ പല്ലിൽ ആ വിടവുണ്ട്. പോലീസ് അയാളെ പൊക്കി. അയാളാണ് ഈ കൊല ചെയ്തതെങ്കിൽ എളുപ്പം തെളിയിക്കാൻ പറ്റും. കാരണം അയാളുടെ സലൈവ എടുത്ത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ജിഷയുടെ ആ മുറിവിൽ നിന്ന് കിട്ടിയ DNA തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അത് രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ നോക്കേണ്ട പ്രതി സാബു തന്നെയാണ്. അതിവേഗം DNA പരിശോധനകൾ നടത്തി. പക്ഷേ ഫലം നെഗറ്റീവാണ്. സാബുവിന് ആ കേസുമായി ബന്ധമില്ല. പോലീസ് വലിയ പ്രതീക്ഷയോടുകൂടി അതിവേഗം ഒരാളെ പൊക്കിയതാണ്. പക്ഷെ ആ ആൾക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന് മനസ്സിലായപ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് പോലീസ് തിരക്കുന്നതിനിടയിൽ പോലീസിനെ ഒരു സ്ത്രീ സമീപിച്ചു. അവര് ഒരു സംശയമാണ് പോലീസിന് മുന്നിൽ പറഞ്ഞത്. അവരുടെ ഭർത്താവിന്റെ പല്ലിന്റെ ഇടയിൽ ഇതുപോലൊരു ഗ്യാപ്പ് ഉണ്ട്. അത് മാത്രമല്ല, അവരുടെ ഭർത്താവിന്റെ മുതുകിൽ ആരോ മാന്തിയുള്ള പാടും ആ സ്ത്രീ കണ്ടു. അത് മിക്കവാറും ജിഷ മാന്തിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവളുടെ ഭർത്താവ് തന്നെയായിരിക്കും ജിഷയെ കൊന്നത്. ആ സ്ത്രീ ശരിക്കും ഉറപ്പിച്ചാണ് ആ കാര്യം പോലീസിനോട് പറഞ്ഞത്. പോലീസ് ഉടൻ തന്നെ വിദ്യാധരനെ പൊക്കി ഈ DNA പരിശോധന നടത്തിയപ്പോൾ വിദ്യാധരനല്ല കക്ഷിയെന്ന് പോലീസ് മനസ്സിലായി. പക്ഷെ അപ്പോഴും ആ സ്ത്രീക്ക് ആകെ സംശയമുണ്ട്. തന്റെ ഭർത്താവ് തന്നെയായിരിക്കും അത് ചെയ്തെന്നുള്ള ഒരു ഫീൽ ആ സ്ത്രീ നിൽക്കുമ്പോൾ പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് നടന്നു. പക്ഷെ ഈ സമയത്ത് പോലീസിനെ അലട്ടുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് ഈ കൊലയുടെ മോട്ടീവ്? ഒരു കാര്യം വേണമല്ലോ ഒരാളെ കൊല്ലാൻ. ജിഷയെ എന്തിനായിരിക്കാം കൊന്നത്? റേപ്പ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ജിഷയെ കൊലപ്പെടുത്തിയതാണോ? റേപ്പ് ചെയ്യാൻ വന്ന ആള് ഒരു സ്ത്രീയെ അങ്ങനെ
കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കൂ? ആ ചോദ്യം പോലീസിന്റെ മനസ്സിലുണ്ട്. സ്വാഭാവികമായിട്ട് ആ ചോദ്യം ചാനലുകളും പത്രങ്ങളും ഒക്കെ സ്വയം ഉന്നയിക്കുന്നതാണ്. അനവധി ആളുകളാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സമയത്താണ് ശ്രീജിയുടെ ഒരു അഭിപ്രായം പോലീസിന്റെ സവിശേഷമായ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അവര് അന്ന് വൈകുന്നേരം 5:30-ക്ക് ശേഷം അവരുടെ വീടിന്റെ അടുത്തുനിന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ സഹോദരിയുടെ കോള് വന്നെന്ന് അവർ പറഞ്ഞിരുന്നു. പോലീസ് ആ കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടി ഐഡിയ സെല്ലുലാറുമായി ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. ശ്രീജ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പോലീസിന് ബോധ്യമായി. വൈകുന്നേരം 5:44-ന് ശ്രീജയുടെ സഹോദരി ശ്രീജയെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ആ ഫോണിൽ ശ്രീജ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിഷയുടെ വീടിന്റെ ഭാഗത്തുനിന്ന് ഒരു കരച്ചിൽ ശ്രീജ കേൾക്കുന്നത്. ആ സംഭാഷണം അവസാനിക്കുമ്പോഴും ശ്രീജയ്ക്ക് അവൾ കേട്ട കരച്ചിൽ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവൾ ജിഷയുടെ വീടിന്റെ ഭാഗത്തേക്ക് നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ആ വീടിന്റെ പുറകെ കൂടി മഞ്ഞ ഡ്രസ് ഇട്ട ഒരാൾ നടന്നു പോകുന്നത് അവൾ കണ്ടത്. ആ ആളിന്റെ തലമുടി ഏതാണ്ട് ചുരുണ്ടായിരിക്കുന്നത്. ചുരുണ്ട തലമുടിയുള്ള ആ ആളുടെ മുഖവും അവൾ കണ്ടിരുന്നു. അത് ഒരു ബംഗാളിയുടെ മുഖമാണ്. പെരുമ്പാവൂരിൽ മലയാളികളെ കണ്ടുപിടിക്കാനാണ് നമുക്ക് പാട്. അവിടെ ബംഗാളികളെ ഉള്ളൂ. എന്തായാലും ബംഗാളി മുഖമുള്ള ഒരാള് ജിഷയുടെ വീടിന്റെ പുറകെ കൂടി ആ സംഭവം നടന്ന സമയത്ത് നടന്നുപോയി എന്നുള്ള ശ്രീജയുടെ ആ അഭിപ്രായം സ്വാഭാവികമായിട്ടും പോലീസിന് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു വിവരമാണ്. പോലീസ് ശ്രീജയെ ചിത്രങ്ങൾ വരയ്ക്കുന്ന എക്സ്പെർട്ടുകളുടെ അടുത്തെത്തിച്ചു. അവൾ കണ്ട ആ കാഴ്ച അവള് ആ ചിത്രം വരയ്ക്കുന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവരൊരു രേഖാചിത്രം വരച്ചു തുടങ്ങി. ആ പടം വരയ്ക്കുന്ന ആളുകൾ ചിത്രം വരയ്ക്കുന്ന ആ സമയത്ത് പോലീസ് സംഘം ബംഗാളികൾ താമസിക്കുന്ന ഓരോ സ്ഥലങ്ങളായി പതുക്കെ പതുക്കെ അന്വേഷിച്ചു തുടങ്ങി. പെരുമ്പാവൂരിൽ ഇഷ്ടംപോലെ ബംഗാളികൾ താമസിക്കുന്നുണ്ട്. 5-10 ആളുകൾ ഒന്നിച്ചൊന്നിച്ച് പല സ്ഥലത്ത് താമസിക്കും. അങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ജിഷയുടെ വീടിന് സമീപത്തുള്ള സ്ഥലങ്ങൾ ആദ്യം അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെയാണ് അവര് ഈ കുറുപ്പുംപടിയിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാറി ആ കനാലിന്റെ തന്നെ വശത്തുള്ള വൈദ്യശാല പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബിൽഡിങ്ങിലെത്തുന്നത്. അവിടുത്തെ മുകളിലത്തെ നിലയിൽ 10-ലധികം ബംഗാളികൾ താമസിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഉടമ ഒരു ജോർജാണ്. ജോർജിനോട് അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ അയാൾക്ക് അവരുടെ പേരുകളൊന്നും ഓർമ്മയില്ല. പക്ഷെ അവരുടെ എല്ലാം റെക്കോർഡുകൾ അയാളുടെ കയ്യിലുണ്ട്. ID കാർഡിന്റെ കോപ്പി വാങ്ങിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ആളുകൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായ നിബന്ധന പോലീസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജ് ആ രേഖകളൊക്കെ പോലീസിനെ കാണിച്ചു. ഏകദേശം 10-ലധികം ആളുകളാണ് അവിടെ താമസിക്കുന്നത്. പോലീസ് ജോർജിനോട് ചോദിച്ചു, ഈ ആളുകളെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ടോ? സർ, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. പോലീസ് ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകളെ ഓരോരുത്തരായി വിളിച്ചിറക്കി അവരോട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കക്ഷി ഇപ്പോ അവിടെ ഇല്ല എന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിയുന്നത്. മുഹമ്മദ് അമീറുൽ ഇസ്ലാം എന്ന ആളാണ് അവിടെ ഇല്ലാത്തത്. അയാൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് അയാൾ നാട്ടിലേക്ക് പോയി എന്നുള്ള ഉത്തരമാണ് പോലീസിന് ലഭിച്ചത്. എന്നാണ് നാട്ടിലേക്ക് പോയതെന്നായി പോലീസിന്റെ ചോദ്യം. സർ, അവൻ 28-ാം തീയതി രാത്രിയോടുകൂടി പോയായിരുന്നു. 28-ാം തീയതി രാത്രിയോടുകൂടി എന്ന് കേട്ടതും പോലീസിന്റെ ശ്രദ്ധ പൂർണ്ണമായും ആ അമീറുൽ ഇസ്ലാമിലേക്ക് തിരിഞ്ഞു. 28-ാം തീയതി വൈകുന്നേരമാണ് ജിഷ കൊല ചെയ്യപ്പെട്ടത്. ജിഷ കൊല ചെയ്യപ്പെട്ട ആ രാത്രിയിൽ തന്നെ അമീറുൽ ഇസ്ലാം അവിടെ നിന്ന് അവന്റെ നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. അങ്ങനെ തോന്നിയതും പോലീസ് അവരെ കൊണ്ടുവന്ന ആ ചെരുപ്പ് അവിടെയുള്ള ആളുകളെ കാണിച്ചു. അപ്പോഴാണ് ഏകദേശം ഒരു 18 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻസ് പോലീസിനോട് ആ ചെരുപ്പുകൾ അവൻ അറിയാമെന്ന് പറഞ്ഞത്. ഇത് ആരുടെ ചെരുപ്പാണ്? അത് എൻ്റെ ഇളയാപ്പയുടെ ചെരുപ്പാണ്. ഇളയ വാപ്പയുടെയോ? അതെ, എൻ്റെ ഉമ്മ 2ാമത് വിവാഹം കഴിച്ചത് ഈ ഇളയാപ്പയാണ്. അവന് ഇളയ വാപ്പ എന്ന് ഉദ്ദേശിച്ചത് ശരിക്കും ഈ അമീറുൽ ഇസ്ലാമിനെയാണ്. അമീറുൽ ഇസ്ലാമിന് 22 വയസ്സാണ് പ്രായം. അവന്റെ ഭാര്യ നേരത്തെ വിവാഹിതയാണ്. അവർക്കാണ് ഈ 18 വയസ്സ് പ്രായമുള്ള പയ്യൻസ് ഉള്ളത്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും പോലീസ് അമീറുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവരോട് തിരക്കി. അമീറുൽ ഈ 28-ാം തീയതി പകൽ ജോലിക്കൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഏകദേശം ഒരു 10 മണിയോടുകൂടി ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ജിഞ്ചൽ അമീറുൽ ഇസ്ലാമിനെ കണ്ടിരുന്നു. അമീറുൽ അന്ന് ജോലിക്ക് പോകുന്നില്ലെന്നുള്ള കാര്യം അയാളോട് പറഞ്ഞതാണ്. ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും വൈകുന്നേരം അവൻ 7 മണിയോടുകൂടി ആ ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ അവന്റെ ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് അവൻ മുറിയിൽ വെക്കുമ്പോൾ അവന്റെ കൈവിരൽ മുറിഞ്ഞിരിക്കുന്നത് ജിഞ്ചൽ കണ്ടിരുന്നു. അവന്റെ വലത്തെ കൈയിലെ ചൂണ്ടുവിരലാണ് മുറിഞ്ഞിരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ അന്ന് ജോലിക്ക് പോയത് മാലിക് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണെന്നും അയാളുമായി വഴക്കുണ്ടായെന്നും ആ സമയത്ത് കൈ മുറിഞ്ഞെന്നുമാണ് അമീറുൽ ജിഞ്ചലിനോട് പറഞ്ഞത്.
അവൻ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി പണിക്കൊന്നും പോകുന്നില്ല, വീട്ടിലേക്ക് പോവുകയാണെന്ന് ജിഞ്ചലിനോട് അപ്പോൾ പറയുകയും ചെയ്തു. എന്തായാലും ഈ അമീറുൽ ഇസ്ലാമിനെ കാര്യമായി ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോലീസിന് തോന്നുന്ന ആ നിമിഷത്തിലാണ് യഥാർത്ഥത്തിൽ ശരിക്കും അമീറുലിന്റെ മകൻ, അതായത് അമീറുലിന്റെ ഭാര്യയുടെ മകൻ, അമീറുലിന്റെ ചെരുപ്പുകൾ തിരിച്ചറിയുന്നത്. അമീറുൽ ഇസ്ലാമിന്റെ ചെരുപ്പുകൾ ആ തോട്ടിൽ നിന്ന് കിട്ടിയ സ്ഥിതിക്ക് ഈ പറയുന്ന കഥയുമായി അമീറുലിന് ബന്ധമുണ്ടെന്നുള്ള ഒരു ധാരണ പോലീസിന് അങ്ങനെ ഉറച്ചു. അമീറുലിന്റെ അഡ്രസ്സ് ജോർജിന്റെ ആ ID കാർഡിലുണ്ടല്ലോ. ആ ID കാർഡുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം അതിവേഗം ബംഗാളിലേക്ക് തിരിച്ചു. ബംഗാളിലെത്തിയപ്പോഴാണ് അവരറിയുന്നത് ഈ അമീറുൽ ഇസ്ലാം അവിടത്തെക്കാരനല്ല, ആസാംകാരനാണ്. ആസാമിലെ ആ സംഘം എത്തിയപ്പോൾ ഈ പട്ടി ചന്തയ്ക്ക് പോയെന്ന് പറയുന്ന ശൈലിയിലായിപ്പോയി നമ്മുടെ പോലീസ്. അവർക്ക് ആർക്കും ആസാം ഭാഷ അറിഞ്ഞൂടാ. ആ സംഘം നേരെ തിരിച്ചും പോകുന്നു. ഈ സംഭവ വികാസങ്ങളൊക്കെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അതിന്റെ ആക്ഷേപം മുഴുവൻ സർക്കാരിൽ വന്ന് പതിക്കുകയാണ്. ആസാം ഭാഷയിൽ സംസാരിക്കാനോ തിരക്കാനോ അറിഞ്ഞുകൂടാത്ത ആളുകളെ ആസാമിലേക്ക് വിട്ട കേരള സർക്കാർ ഒരു സംഭവമാണെന്ന ശൈലിയിൽ പത്രങ്ങളും ചാനലുകളും ഒക്കെ അതിനെ ഹൈലൈറ്റ് തുടങ്ങി. UDF-നോട് അനുകൂലിക്കുന്ന പത്രങ്ങൾ പോലും ആ സംഭവത്തെ നിശ്ചിതമായി വിമർശിച്ചു. പോലീസ് വീണ്ടും ഒരു സംഘത്തെ തയ്യാറാക്കി ആസാമിലേക്ക് അയച്ചു. ഈ പ്രാവശ്യം അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ആസാമിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെയാണ് അതിനെ നേതൃത്വം കൊടുക്കാനായി സർക്കാർ തിരഞ്ഞെടുത്തത്. അത് DYSP സുനിലാണ്. സുനിലിന്റെ നേതൃത്വത്തിലുള്ള ടീം അമീറുൽ ഇസ്ലാമിന്റെ വീട്ടിലെത്തി. അവിടെ അമീറുൽ ഇസ്ലാമിന്റെ ഉമ്മയുണ്ട്. അവർക്ക് പറയാൻ കഥയുണ്ട്. ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് മുമ്പാണ് അവൻ അവരെ വിട്ടു പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവൻ മടങ്ങി വന്നപ്പോഴാണ് അവർ കണ്ടത്. അത് കേട്ടതും സുനിൽ ചോദിച്ചു, എന്നാ മടങ്ങി വന്നത്? അവന് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ മടങ്ങി വന്നിരുന്നു, 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പൈസ വേണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. എൻ്റെ എവിടെ പൈസ? അവസാനം എന്നോട് വഴക്കിട്ട് അവ ഇങ്ങോട്ട് പോയി. ആ സ്ത്രീ വളരെ അലസമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു സാധാരണ സംഭവം, അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. എന്തായാലും അമീറുൽ ഇസ്ലാം കേരളത്തിൽ നിന്ന് ആസാമിൽ എത്തുകയും അതിനുശേഷം അവിടെ നിന്ന് എങ്ങോട്ടോ പോയിരിക്കുകയുമാണ്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഈ DYSP സുനിലിനും ടീമിനും ഇല്ല. അവരവിടെ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു. ആസാമിൽ നിന്ന് ആ സംഘം പെരുമ്പാവൂരിൽ മടങ്ങിയെത്തിയതും അവർ വീണ്ടും ആ വൈദ്യശാല പടിയിലുള്ള വസതിയിലെത്തി. അവിടെ 10ഓളം ബംഗാളികൾ താമസിക്കുന്നുണ്ട്. അവരടുത്തുനിന്ന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാനാണ് പോലീസ് അവിടെ എത്തിയത്. അമീറുൽ ഇസ്ലാം താമസിച്ചിരുന്ന മുറി ഈ സമയത്താണ് യഥാർത്ഥത്തിൽ അവർ വിശദമായി പരിശോധിക്കുന്നത്. അവിടെ ഒരു ബാഗുണ്ട്. ആ ബാഗ് കണ്ടതും ജിഞ്ചൽ പോലീസിനോട് പറഞ്ഞു, ഈ ബാഗാണ് അവനിവിടെ കൊണ്ടുവച്ചത്. അവൻ്റെ കയ്യിൽ സ്ഥിരം ഈ ബാഗ് കാണും. ഈ ബാഗിൽ അവനൊരു കത്തിയും സൂക്ഷിക്കാറുണ്ട്. കത്തിയോ? അതെ സാറ്, അവൻ മിക്കവാറും ഒരു കത്തി ഈ ബാഗിൽ വെച്ചേക്കും. അത് കേട്ടതും പോലീസ് ആ ബാഗ് തുറന്നു പരിശോധിച്ചു. ആ ബാഗിനകത്ത് മഞ്ഞ നിറത്തുള്ള ഒരു ഷർട്ടുണ്ട്. നേരത്തെ ശ്രീജ കണ്ടു എന്ന് പറയുന്ന ആ മഞ്ഞ ഷർട്ട് ഇനി ഇതാണോ? സ്വാഭാവികമായിട്ടും പോലീസിന്റെ സംശയം ആ മഞ്ഞ ഷർട്ടിലേക്ക് കടന്നു. ആ മഞ്ഞ ഷർട്ട് അതാണെങ്കിൽ അവിടെ ആ കൊല നടന്ന സമയത്ത് രക്തം എന്തായാലും ആ ഷർട്ടിൽ തെറിച്ചിട്ടുണ്ടാവും. പോലീസ് ആ ഷർട്ട് ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആ ഷർട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ പോലീസിന് ഒരു കാര്യം അറിയാം, അതിൽ പറയത്തക്ക ശൈലിയിൽ ഒന്നുമില്ല. അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഫോറൻസിക് വിഭാഗം പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അതിനകത്ത് രക്തമേയില്ല. ആ ഷർട്ട് ധരിച്ചാണ് അമീറുൽ ഇസ്ലാം ജിഷയെ വെട്ടിയതെങ്കിൽ ഉറപ്പായും രക്തം ആ ഷർട്ടിൽ തെറിക്കേണ്ടതാണ്. അമീറുൽ അന്ന് വൈകുന്നേരം തന്നെ അവിടെ നിന്ന് പോയെന്നാ പറയുന്നത്. അതിനിടയിൽ അവൻ ആ ഷർട്ട് കഴുകി എങ്ങനെ വൃത്തിയാക്കിയാലും ആ ഷർട്ടിൽ തെറിച്ചിരിക്കാൻ സാധ്യതയുള്ള രക്തം കഴുകിക്കളയാൻ പറ്റത്തില്ല. ഫോറൻസിക്കിലെ വിദഗ്ധർ അതെങ്ങനെയും കണ്ടുപിടിക്കും. ആ ഷർട്ടിനകത്ത് രക്തമേയില്ല. പോലീസിനെ അതാകെ കുഴക്കുകയാണ്. ഈ സമയത്താണ് ആ വൈദ്യശാലി പടിയിൽ നിന്ന് പോലീസിന് മറ്റൊരു കാര്യം കൂടി കിട്ടിയത്. അത് പെരുമ്പാവൂരിലുള്ള കോൺട്രാക്ടർ ബായി എന്നറിയപ്പെടുന്ന ഒരാളുടെ അഡ്രസ്സാണ്. ശരിക്കും ആ അഡ്രസ്സ് ജിഞ്ചിൽ പോലീസിന് കൊടുക്കുമ്പോൾ കൈ നിവർത്തി ആ ജിഞ്ചലിന്റെ കാവലിൽ ഒന്ന് പൊട്ടിക്കാനാണ് പോലീസിന് തോന്നിയത്. കാരണം ആ അഡ്രസ്സ് സാക്ഷാൽ അമീറുൽ ഇസ്ലാമിന്റെ സഹോദരൻ്റെതാണ്. ആ സഹോദരൻ ഈ വൈദ്യശാല പടിയെന്ന് അധികം ദൂരത്തല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം അപ്പോഴാണ് ഈ ജിഞ്ചൽ പോലീസിനോട് പറയുന്നത്. അവൻ അത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലീസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമാക്കാൻ പറ്റിയേനെ. എന്തായാലും പോലീസ് ഉടൻ തന്നെ ആ പെരുമ്പാവൂരത്തെ കോൺട്രാക്ടർ ബായ് എന്നറിയപ്പെടുന്ന ആളുടെ അടുത്തെത്തി. അയാളുടെ പേര് ബെഹ്റുൽ എന്നാണ്. പോലീസ് വന്ന് കാര്യങ്ങൾ തിരക്കിയതും ബെഹ്റുൽ അവന്റെ സഹോദരനെ കുറിച്ച് അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. 28-ാം തീയതി രാത്രി ഏകദേശം ഒരു 8:30 മണിയോടുകൂടി ഈ അമീറുൽ ഇസ്ലാം
ബെഹ്റുലിനെ കാണാൻ അവിടെ വന്നിരുന്നു. അവനെ കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ചെന്നത്. അവൻ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ ചെയ്ത് കുഴപ്പത്തിലാകുന്ന പതിവുള്ളത് കൊണ്ട് പരിചയക്കാരന്റെ കയ്യിൽ നിന്ന് 2000 രൂപ സംഘടിപ്പിച്ച് അമറിലിന് സഹോദരൻ കൊടുക്കുകയും ചെയ്തു. നാട്ടിലേക്ക് പോകാനാണ് ആ പൈസ അവൻ ചോദിച്ചത്. ബെഹ്റുല് മറ്റൊരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞു. ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോയിലാണ് അവിടെ അമറിൽ വന്നത്. അതേ ഓട്ടോയിൽ തന്നെ ആയിരിക്കും അവൻ മടങ്ങിപ്പോയിരിക്കുക. അവൻ ആസാമിലേക്ക് ട്രെയിനിലായിരിക്കും പോയിരിക്കുക. പോലീസ് അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ചെത്തി. ഈ അമറുൽ ഇസ്ലാം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 2:30 മണിക്ക് ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ട്രെയിന് പക്ഷേ ചാർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ 6 മണിക്കാണ്, 29-ന് രാവിലെ 6-ന്. ആ ട്രെയിനിലാണ് അവൻ ആസാമിലേക്ക് പോയത്. അമറുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു ടീം അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജിഷയുടെ മൊബൈൽ നമ്പർ ബേസ് ചെയ്തുകൊണ്ട് അവളുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ ശേഖരിച്ച പോലീസ് അവളുമായി കണക്ഷനുള്ള 2 ചെറുപ്പക്കാരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു. ഏകദേശം 2 ദിവസത്തോളം അവരെ പോലീസ് ചോദ്യം ചെയ്ത് കാണും. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ പോലീസ് പോകാൻ അനുവദിച്ചു. ഈ സമയമായപ്പോ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു, പിണറായി സർക്കാർ അധികാരമേറ്റു. പിണറായി സർക്കാർ ആദ്യം ചെയ്തത് അന്വേഷണ ചുമതല ADGP സന്ധ്യയ്ക്ക് കൈമാറുക എന്നുള്ളതാണ്. ADGP സന്ധ്യ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ഒരു പുതിയ ടീം കൂടി അന്വേഷണ ഭാഗമായി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അന്വേഷണ സംഘത്തെ ആകെ മാറ്റിമറിച്ച് ഒരു പുതിയ അന്വേഷണ സംഘം സന്ധ്യയുടെ കീഴിൽ രൂപപ്പെട്ടു എന്ന് പറയാം. പഴയ ആളുകളും അതിന്റെ ഭാഗമാണ്. സൈബർ സെല്ല് അമീറുൽ ഇസ്ലാമിന്റെ ഫോണ് ആ ഏപ്രിൽ 30 മുതൽ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ജൂൺ 9-ന് ഒരു റിസൾട്ട് കിട്ടി. അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മൊബൈൽ ഫോണിൽ പഴയ സിം മാറ്റി ഒരു പുതിയ സിം അവൻ ഇട്ടതാണ്. പഴയ സിം ഉപയോഗിച്ച് അവൻ ആരെങ്കിലും വിളിച്ചാൽ അത് സ്വാഭാവികമായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ പുതിയ സിം ഇട്ടത്. അങ്ങനെ അവൻ ഇടാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്ന സൈബർ സംഘം അവന്റെ ആ മൊബൈൽ എക്യുപ്മെന്റ് നമ്പർ കൃത്യമായും നിരീക്ഷണത്തിൽ വെച്ചിരിക്കുമ്പോഴാണ് ജൂൺ 9-ന് അവന്റെ ഫോൺ ആക്റ്റീവ് ആകുന്നത്. ആ ഫോൺ ആക്റ്റീവ് ആയിരിക്കുന്നത് കാഞ്ചീപുരത്താണ്. പോലീസ് സംഘം ആ വൈദ്യശാലിപ്പടി താമസിക്കുന്ന ജിഞ്ചലിനെയും കൂടി കൂട്ടിയാണ് കാഞ്ചീപുരത്തേക്ക് പോയത്. ശരിക്കും ജിഞ്ചൽ പോലീസിനോടൊപ്പം പോകാനൊക്കെ വിസമ്മതിച്ചിരുന്നു. അവൻ അഡീഷണൽ പൈസയൊക്കെ കൊടുക്കാം, ആ ദിവസത്തെ കൂലി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവൻ പോലീസിനൊപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചത്. ജിഞ്ചലും ആ പോലീസ് സംഘവും കാഞ്ചീപുരത്തെത്തി. ഈ കാഞ്ചീപുരത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ പല ദേശക്കാരും ജോലിക്കാരായിട്ടുണ്ട്. ആ ജോലിക്കാരെ നിരീക്ഷിക്കാനാണ് പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും മഫ്റ്റിയിലാണ്. വളരെ രഹസ്യമായിട്ട് ഓരോ സ്ഥാപനത്തിലും പോലീസ് പരിശോധന തുടങ്ങി. അങ്ങനെ പരിശോധിച്ച് ഒരു ദിവസം പൂർത്തീകരിച്ചിട്ടും അവർക്ക് അമീറുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരമൊന്നും കിട്ടിയില്ല. 2ാമത്തെ ദിവസം രാവിലെയും ആ പരിശോധന ഓരോ സ്ഥാപനത്തിലും അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അന്ന് വൈകുന്നേരമായിട്ടും അമീറുൽ ഇസ്ലാമിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഒന്നും അവർക്ക് കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചവർ നിൽക്കുമ്പോൾ സമയം വൈകുന്നേരം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റായി. ഡോങ്സോങ് എന്ന കമ്പനിയിൽ ജോലി കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയത് ആ സമയത്താണ്. പോലീസും ആ ജിഞ്ചലും അവിടെ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അനവധി ആളുകൾ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന ആളുകളെ ജിഞ്ചൽ സസൂക്ഷ്മം നിരീക്ഷിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായത്. അവനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന പോലീസ് സംഘം അവന്റെ കയ്യിൽ തൊട്ടു. അവൻ ശബ്ദം താഴ്ത്തി പോലീസിനോട് പറഞ്ഞു, സർ, ആ കൂട്ടത്തിൽ അവനുണ്ട്. ഓക്കെ, നീ അവനോട് ചെന്ന് സംസാരിക്കും. ആർക്കും ഒരു സംശയം തോന്നാത്ത ശൈലിയിൽ അവൻ ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നടന്ന് ഒരു ചെറുപ്പക്കാരന്റെ അടുത്തെത്തി. ആ ചെറുപ്പക്കാരനെ നേരത്തെ തന്നെ പോലീസ് കണ്ടതാണ്. പോലീസിന്റെ കൈവശം ശ്രീജ പറഞ്ഞ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നല്ല ചുരുണ്ട മുടിയൊക്കെയുള്ള ഒരാളിൻ്റെതാണ്. പക്ഷെ ഈ ചെറുപ്പക്കാരന് ചുരുണ്ട മുടിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ജിഞ്ചൽ നടന്നെത്തിയത് ആ ചെറുപ്പക്കാരൻ്റെ അടുത്താണ്. അവനോട് ജിഞ്ചൽ സംസാരിച്ചു തുടങ്ങിയതും അവനൊന്ന് പതറി. നീ എന്താ ഇവിടെ? അമീറുൽ ആ ചോദ്യം ജിഞ്ചലിനോട് ചോദിക്കുമ്പോഴേക്കും അമീറിന്റെ ചുറ്റും പോലീസ് അങ്ങ് വളഞ്ഞു. അമീറുൽ ഇസ്ലാമിനെ അവിടെ നിന്ന് പൊക്കിയ പോലീസ് അവനെ കൊണ്ടുവന്നത് ആലുവയിലെ പോലീസ് ക്ലബിലാണ്. ഏകദേശം നേരം വെളുക്കുമ്പോൾ തന്നെ അമീറുൽ ആലുവ ക്ലബിലുണ്ട്. അന്ന് വൈകുന്നേരം വരെ അവനെ ചോദ്യം ചെയ്തിട്ടും അവൻ അങ്ങോട്ട് ഒന്നും വിട്ടു പറയുന്നില്ല. വൈകുന്നേരം 4:30 അവനെ പോലീസ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് അവനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. കേരളത്തെ ആകെ പിടിച്ചു കുലുക്കുകയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അടിവാരം തന്നെ തോണ്ടുകയും ചെയ്ത കേസാണ് ജിഷ കേസ്. ആ ജിഷ കേസിലെ പ്രതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വിവരം ലീക്കായാൽ മാധ്യമങ്ങൾ
ഇടിച്ചു കയറും. ഈ അമീറുൽ ഇസ്ലാമിനെ വൈദ്യ പരിശോധനയ്ക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എങ്ങനെയും ആ വാർത്ത ലീക്കാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് ആശുപത്രി അധികാരികളുടെ സഹായം തേടി. അങ്ങനെയാണ് ഡോക്ടർമാരുടെ ഒരു സംഘം ആലുവയിലെ ആ ക്ലബിൽ എത്തുന്നത്. അവർ അവിടെ ആ പോലീസ് ക്ലബിൽ വെച്ച് അമീറുൽ ഇസ്ലാമിനെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ പരിശോധന പ്രധാനമായും അവന്റെ ആ ചൂണ്ടുവിരലുമായി ബന്ധപ്പെട്ടാണ്. ആ ചൂണ്ടുവിരലിൽ ഒരു മുറിവുണ്ട്. എന്താണ് ആ മുറിവെന്ന് ചോദിച്ചപ്പോൾ അവൻ അതിന് പറഞ്ഞത് അവൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ മുറിവെന്നാണ്. പക്ഷെ അത് പരിശോധിച്ച ഡോക്ടർമാർ പോലീസിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതാരോ കടിച്ചപ്പോൾ ഉണ്ടായ മുറിവാണെന്നാണ് പോലീസിന് കിട്ടിയ റിപ്പോർട്ട്. അമീറുൽ ഇസ്ലാമിന്റെ DNA കളക്ട് ചെയ്ത പോലീസ് ആ താരതമ്യം നടത്തിയത് രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. തിരുവനന്തപുരത്താണ് ആ സ്ഥാനം. അവരുടെ റിപ്പോർട്ട് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ പോലീസിന് ശരിക്കും ഒരു ആശ്വാസമായി. ജിഷയുടെ ഡ്രസ്സിൽ നിന്ന് കിട്ടിയ സലൈവയുടെ DNA-യും അമീറുലിന്റെ DNA-യും യോജിക്കുന്നുണ്ട്. ജിഷ കൊല്ലപ്പെട്ട സമയത്ത് അമീറുൽ ജിഷയുടെ അടുത്തുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ ജിഷയെ അമീറുൽ കൊലപ്പെടുത്തുകയോ ചെയ്തിരിക്കുകയാണ്. അക്കാര്യം 100% ഉറപ്പായി. ജിഷയുടെ വീട്ടിലെ അടുക്കളയുടെ പുറകുവശത്തെ വാതിലിന്റെ കുറ്റി അവൻ ഒന്ന് ഇടാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ഇളക്കാൻ ശ്രമിച്ചിരുന്നു. രണ്ടിലേതോ സംഭവിച്ചപ്പോൾ ആ കുറ്റിയിൽ രക്തം പുരണ്ടിരുന്നു. അവൻ തിരിച്ചുപോയ സമയത്ത് വാതിലിലെ പാളി ഒന്ന് ചാരാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആവണം ആ രക്തത്തിൽ പറ്റിയത്. ആ രക്തവും പോലീസ് കളക്ട് ചെയ്തിരുന്നു. അതും അമീറുൽ ഇസ്ലാമിൻ്റെതാണെന്ന് അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. വളരെ വളരെ നിർണായകമായ ഒരു തെളിവായി പോലീസ് കളക്ട് ചെയ്തത് അവിടെ ആ തോട്ടിൽ നിന്ന് കിട്ടിയ ആ ചെരുപ്പുകളാണ്. ആ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത ആ ചെരുപ്പിന്റെ വാറിൽ രക്തം പറ്റിപ്പിടിച്ചിരുന്നു. ആ രക്തം ജിഷയുടേതാണെന്ന് നേരത്തെ തന്നെ പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. ആ ചെരുപ്പ് അമീറുൽ അവൻ്റെതാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ ചെരുപ്പിൽ കാണുന്ന ചെളി ജിഷയുടെ വീടിന് മുന്നത്തെ മണ്ണാണെന്ന് കൂടി ഫോറൻസിക് പരിശോധനയിൽ ബോധ്യമാവുകയും ചെയ്തു. അമീറുൽ ഇസ്ലാമാണ് കൊല ചെയ്തതെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായതും പോലീസ് ആ വാർത്ത പത്രങ്ങൾക്ക് റിലീസ് ചെയ്തു. ശരിക്കും കോളിളക്കം ഉണ്ടാക്കിയ സെൻസേഷണലായ ഒരു കേസിൽ ഇതാ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. ചാനലുകളും പത്രങ്ങളും ഒക്കെ ഈ വാർത്ത ഒരു വൻ ആഘോഷമാക്കി മാറ്റുകയാണ്. ജിഷ കൊലക്കേസ് പിണറായി സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തെളിയിച്ചിരിക്കുകയാണ്. ADGP സന്ധ്യയുടെ കരിയറിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കേസായി അതങ്ങനെ മാറുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് കാര്യങ്ങളെത്തി. ഒറ്റ പ്രതിയേ ഉള്ളൂ. ആ പ്രതിയെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേസ് കോടതിയിലെത്തിയത്. ഈ അമീറുൽ ഇസ്ലാം ലേശം കുഴപ്പക്കാരനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് ആ FIRന്റെ ഭാഗത്ത് ഒരു കഥ കൂടി ചേർത്തിട്ടുണ്ട്. അത് ഈ ജിഷയുടെ വീട്ടിൽ നിന്ന് കുറെ അകലെയുള്ള ഒരു വീട്ടിലെ ആടിനെ ഈ അമീറുൽ ഇസ്ലാം പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഉപയോഗപ്പെടുത്തി എന്നുള്ള കാര്യമാണ്. അമീറുൽ ഇസ്ലാമിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് ഒരു കഥ പോലീസ് FIRൽ പറയുകയാണ്. പക്ഷെ ആ കഥ എത്രത്തോളം വാസ്തവമാണെന്നുള്ള കാര്യം ആളുകൾക്കൊക്കെ സംശയമുള്ളതാണ്. എന്തായാലും FIR കോടതിയിൽ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ ആരംഭിച്ചു. ആ വിചാരണ ശരിക്കും എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും വൻതോതിൽ കവർ ചെയ്തതാണ്. പ്രോസിക്യൂഷൻ അവരുടെ കേസ് അതീവ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. ആ അവതരണം പൂർണ്ണമായും അമീറുൽ ഇസ്ലാമുമായി കണക്റ്റഡ് ആണ്. ഒരുപാട് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ആ സാക്ഷികളിൽ ഒന്ന് ജിഷയുടെ മാതാവ് രാജേശ്വരിയാണ്. രാജേശ്വരിയും മകൾ ജിഷയും ഒരിക്കൽ കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമീറുൽ ഇസ്ലാം അതുവഴി വന്നുവെന്നും അവൻ ജിഷയെ കണ്ടപ്പോൾ ജിഷയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ രാജേശ്വരി കോടതി പറഞ്ഞു. പക്ഷെ രാജേശ്വരി പറഞ്ഞ ആ കഥ ശരിയല്ല എന്ന അഭിപ്രായമാണ് രാജേശ്വരിയുടെ വീടിന് സമീപത്തുള്ള മറ്റാളുകൾക്കുള്ളത്. അവരൊക്കെ കുളക്കടവിൽ ഉണ്ടായിരുന്നു. അവരാരും അമീറുൽ ഇസ്ലാമിനെ അതിനുമ്പ് കണ്ടിട്ടേയില്ല. ഒരു കള്ളത്തനം രാജേശ്വരി എന്തിന് ഈ കഥയുമായി ബന്ധിപ്പിച്ച് പറയണമെന്നൊരു ചോദ്യം അതുമായി ബന്ധിപ്പിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ആ കേസുമായി ബന്ധിപ്പിച്ച് വന്നെങ്കിലും പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് കോടതി നടത്തിയത്. അമീറുൽ ഇസ്ലാം വളരെ ക്രൂരമായി ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൾ എതിർത്തതും ആ എതിർപ്പ് അവളുടെ കൊലപാതകത്തിൽ എത്തിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് അമീറുൽ ഇസ്ലാമിനെ കോടതി വിധിച്ചത് വധശിക്ഷയാണ്. ആ കേസും അതിന്റെ വിധിയും അവിടെ അങ്ങനെ നടക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പത്രങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ചാനലുകളൊക്കെ വേറെ പല സമയത്തായി വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം, പെരുമ്പാവൂരിലുള്ള ഒരു കടയിൽ ജിഷയുടെ മാതാവ് രാജേശ്വരിയുമായി എത്തി ഒരു പെൻ ക്യാമറ വാങ്ങാൻ ശ്രമിച്ച കഥയാണ്. അവരെ കടയിൽ നിന്ന് ഒരു പെൻ ക്യാമറ വിലയ്ക്ക് വാങ്ങിച്ചിരുന്നു. ആ പെൻ ക്യാമറ
ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. കൊടുത്ത സമയത്ത് ജിഷ ആ കടക്കാരനോട് പറഞ്ഞത് ആ പെൻ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്നാണ്. ആ പെൻ ക്യാമറയിൽ ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ടാണ് ആ ക്യാമറ വർക്ക് ചെയ്യുന്നത്. ആ കടക്കാരൻ ജിഷ പറഞ്ഞത് കേട്ടതും ആ മെമ്മറി കാർഡ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. മെമ്മറി കാർഡ് ഇല്ല, അത് വർക്കായില്ല എന്ന് പറഞ്ഞ് ജിഷയും മാധവും കൂടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ കഥ സത്യമാണെങ്കിൽ ഈ അമറുൽ ഇസ്ലാം ആണ് ഈ കേസിലെ പ്രതി എന്ന് പറയുന്ന ഭാഗത്ത് ഒരു അവ്യക്തത സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും ഒരു ക്യാമറ ജിഷയും അമ്മയും കൂടി വാങ്ങിച്ചുവെങ്കിൽ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. എന്തിനാണ് അവർക്ക് ക്യാമറ? എന്തായാലും അവരുടെ വീട്ടിൽ വെക്കാനല്ല ആ ക്യാമറ, മറ്റെവിടെയോ ആ ക്യാമറ വെക്കാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അവർ ആ ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ക്യാമറ വെച്ചിട്ടും ഉണ്ടാകണം. ആ ക്യാമറയിൽ ചില ദൃശ്യങ്ങളും വന്നിട്ടുണ്ടാകണം. ആ ദൃശ്യങ്ങളാണോ ഇനി ജിഷയുടെ കൊലപാതകത്തിലേക്ക് കടന്നത്? അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. നമ്മൾ ജിഷയുടെ മുറിവുകൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. നെറ്റി മുതൽ അവളുടെ ജനനേന്ദ്രിയം വരെയുള്ള ഭാഗത്ത് അതീവ ക്രൂരമായി വെട്ടിപ്പിളർന്നിരിക്കുകയാണ് ശരീരത്തെ. അങ്ങനെ ആരെങ്കിലും ഒരു സ്ത്രീയെ വെട്ടുമോ? ഒരു സാഹചര്യത്തിലും അതിനുള്ള സാധ്യത ഇല്ല എന്നതാണ് സത്യം. ഒരാള് അങ്ങനെ തലങ്ങും വിലങ്ങും വെട്ടുമ്പോൾ സാധാരണഗതിയിൽ എത്ര ക്രൂരനാണെങ്കിലും പതറിപ്പോവും, അല്ലെങ്കിൽ അതൊരു ടാർഗറ്റഡ് കൊലയായിരിക്കണം. റേപ്പ് ചെയ്യാൻ വരുന്ന ഒരാള് കത്തി കാണിച്ച് ഒരാളെ റേപ്പ് ചെയ്യാനായിട്ട് കത്തിയുമായിട്ട് വരുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ജിഷയെ കൊല്ലുക എന്ന കണക്കൂട്ടൽ അവിടെ അകത്തേക്ക് വന്ന വ്യക്തിക്കുണ്ട്. ജിഷയെ അതീവ ക്രൂരമായി കൊല ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചുറച്ചാണ് കൊല ചെയ്തിരിക്കുന്നത്. അക്കാര്യത്തിലും സംശയമൊന്നുമില്ല. ജിഷയെ കൊല്ലുക മാത്രമാണ് ലക്ഷ്യമായിരുന്നെങ്കിൽ ശ്വാസം മുട്ടിച്ച് വളരെ ഈസി ആയിട്ട് കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ ഒറ്റവെട്ടിന് അവളെ കഴുത്ത് മുറിക്കാമായിരുന്നു. അങ്ങനെയൊന്നുമല്ല. അവളുടെ ജനനേന്ദ്രിയം കീറി മുറിച്ച് തന്നെ അവളെ കൊലപ്പെടുത്തണമെന്ന് ആർക്കോ ഉദ്ദേശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കൊട്ടേഷൻ ഏറ്റെടുത്ത വ്യക്തിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും. അമീറുൽ ഇസ്ലാം ഈ കൊട്ടേഷൻ ഏറ്റെടുത്തുവെങ്കിൽ അമീറുൽ ഇസ്ലാം പറഞ്ഞ ഒരു കഥാപാത്രത്തെ കൂടി നമ്മൾ അറിയണം. ഹൈക്കോടതിയിൽ അവന്റെ അപ്പീലിന് പോയ സമയത്ത് അവൻ ഒരു പേര് ഹൈക്കോടതി പറഞ്ഞു. ജിഷ കൊല്ലപ്പെട്ട സമയത്ത് അവൻ ജിഷയുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ കൊല ചെയ്തത് അവനല്ല, അനിറുൽ എന്ന് പറയുന്ന ആളാണെന്നാണ് അവൻ പറഞ്ഞത്. അതായത് 2 പേർ ചേർന്നാണ് ജിഷയെ കൊലപ്പെടുത്തിയത്. പോലീസ് ഹൈക്കോടതിയോട് ആ സമയത്ത് തന്നെ മറുപടി പറയുകയും ചെയ്തു. ഇത് അമീറുൽ വെറുതെ പറയുന്ന കഥയാണ്. അമീറുൽ വെറുതെ അനിറുൽ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാണെങ്കിൽ മറ്റൊരു ചോദ്യം നമ്മളെ തേടി വരും. ഫോറൻസിക് വിഭാഗം ആദ്യത്തെ ദിവസം ആ വീട്ടിനകത്തുനിന്ന് ശേഖരിച്ച വിരൽ അടയാളങ്ങളുടെ എണ്ണം നമ്മളെ ഞെട്ടിക്കുക തന്നെ ചെയ്യും. ഒരുപാട് വിരലടയാളം ഉണ്ടായിരുന്നു. അത്രയും വിരലടയാളങ്ങൾ ആ രാജേശ്വരിയുടെ വീട്ടിനകത്ത് എങ്ങനെ വരും? രാജേശ്വരിയുടെയും ജിഷയുടെയും ചിലപ്പോൾ സമീപത്തെ വീട്ടുകാരുടെയൊക്കെ വിരലടയാളങ്ങൾ അവിടെ വന്നേക്കാം. അതിനും അപ്പുറത്തേക്ക് വിരലടയാളങ്ങൾ അവിടെ വരണമെങ്കിൽ അതൊരു വലിയ വിഷയമല്ലേ? ആ വിരലടയാളങ്ങളിലേക്ക് എന്തുകൊണ്ടോ പോലീസിന്റെ അന്വേഷണം അങ്ങോട്ട് പോയില്ല. പോലീസിന്റെ അന്വേഷണം പൂർണ്ണമായും ഒരു പ്രത്യേക ദിശയിലേക്ക് മാറിപ്പോവുകയായിരുന്നു. ബംഗാളികളെ തന്നെ ജിഷയുടെ കൊലപാതകത്തിന് കാരണക്കാരായി കണ്ടെത്തണമെന്നുള്ള ഒരു ഉദ്ദേശം പോലീസിന് ഉണ്ടോ എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് വ്യക്തമായും അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. എന്നാലും അനിറുൽ എന്ന കഥാപാത്രം തികച്ചും സാങ്കല്പികമാണെന്ന് പോലീസ് പറയുമ്പോൾ ശ്രീജ എന്ന ദൃക്സാക്ഷി പറഞ്ഞ കഥയിൽ ചുരുണ്ട മുടിക്കാരനായ ഒരാൾ ഉണ്ടായിരുന്നു. ആ ചുരുണ്ട മുടി നമ്മൾ പിന്നീട് കണ്ടിട്ടേയില്ല. ഈ അനിറുലിന് ഇനി ചുരുണ്ട മുടി ആയിരുന്നോ? ചോദ്യം അവിടെയും ഉണ്ട്. രണ്ടാമത്തെ കേസ്, ഈ മഞ്ഞ ഷർട്ട് ഇട്ട വ്യക്തി അവിടെ നടന്നു പോകുന്നത് ശ്രീജ കണ്ടതാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തി ഉറപ്പായും ആ മഞ്ഞ ഷർട്ട് ധരിച്ചിരുന്നുവെങ്കിൽ ആ ഷർട്ടിൽ രക്തം പറ്റി പിടിച്ചേ പറ്റൂ, വേറെ മാർഗമില്ല. ഏത് ശൈലിയിൽ നമ്മൾ ആ കേസിനെ നോക്കിയാലും ഒരു തുള്ളി രക്തമെങ്കിലും ആ ഷർട്ടിൽ ഇടാതെ കൊല നടത്താൻ പറ്റത്തില്ല. ആ ശൈലിയിലാണ് ജിഷ വെട്ടിക്കീറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ രണ്ടാമൻ അതാരാണ്? ആ ആള് ധരിച്ചത് മഞ്ഞ ഷർട്ടാണോ? ആ ഷർട്ട് പോലീസിന് കിട്ടാതെ പോയതാണോ? അത് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? ADGP സന്ധ്യ ഉൾപ്പെടെയുള്ള സംഘം ആ ഭാഗത്ത് കണ്ണടച്ചതാണോ? ഒരുപാട് ചോദ്യങ്ങൾ അതുമായി കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഫോറൻസിക് വിഭാഗവും അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സും തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു. ജിഷയുടെ ഷോൾഡറിൽ കടിച്ച ആളിന്റെ പല്ലുകൾക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്. അമറുൽ ഇസ്ലാമിന്റെ പല്ലുകൾക്ക് ആ ഗ്യാപ്പില്ല. അങ്ങനെയാണെങ്കിൽ ആ ജിഷയുടെ മുതുകിൽ ആരാ കടിച്ചത്? അമറുൽ പറയുന്നത്
അവൻ ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അവന്റെ കയ്യിൽ രക്തം പുരണ്ടിരുന്നു എന്നും അവൻ സമ്മതിക്കുന്നു. പക്ഷെ അവനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് കുറെ കൂടി വ്യക്തത നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. അമറുൽ പറയുന്നത് ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ്. ശരിക്കും ഒരാൾ കൂടിയേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജിഷയുടെ ആ ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. ഞെട്ടിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതുമായ വിശേഷണമാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അത് വായിച്ച് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നത് അനവധി ആളുകൾ ജിഷയുടെ പുറത്ത് മാരകമായി വെട്ടിയെന്നാണ്. അങ്ങനെ ആ റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റും, ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ആ ശൈലിയിൽ ഒരാളുടെ പുറത്ത് വെട്ടി പരിക്കേൽപ്പിക്കാൻ പറ്റില്ല. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്കൊക്കെ ആ റിപ്പോർട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അനവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആളുകളെ ആരെയും അയൽ വീട്ടുകാർ കാണാതെ പോയത് എന്താണ്? അതൊരു ചോദ്യമല്ലേ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ശരിക്കും ഈ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണോ നടന്നെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം തോന്നുക സ്വാഭാവികമാണ്. അമറുൽ ഇസ്ലാം അത്ര വണ്ണമില്ലാത്തൊരു കക്ഷിയാണ്. അവൻ വിചാരിച്ചാൽ ജിഷയെ പോലെ നല്ല ആരോഗ്യമുള്ള ആ പെൺകുട്ടിയെ അങ്ങനെ വെട്ടിനുറുക്കാൻ കഴിയില്ല എന്നൊരു വാദവും ഇതിനിടയിൽ ഉണ്ടായി. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരാളെ പ്രോസിക്യൂഷൻ സാക്ഷിയായി വിചാരണ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അത് ഈ അമറുൽ ഇസ്ലാം നേരത്തെ വർക്ക് ചെയ്തിരുന്ന പ്ലൈവുഡ് ഫാക്ടറിയുടെ ഉടമയാണ്. അയാള് കോടതി പറഞ്ഞത് അമറുൽ അയാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ഈ തടി വെട്ടുന്ന പണിയാണ് ഉണ്ടായിരുന്നതാണ്. തടി വെട്ടുന്നതൊക്കെ നല്ല ബലം വേണം. അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. അമീറിന്റെ കൈക്ക് നല്ല ബലമാണ്. അത്രയും ബലമുള്ള ഒരാൾക്ക് ജിഷയെ അങ്ങനെ വെട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഒരു സാക്ഷിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഈ സാക്ഷികളൊക്കെ ശരിക്കും പഠിപ്പിക്കപ്പെട്ട കഥ അതുപോലെ പറഞ്ഞതാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ കേസ് ഇനിയും അടുത്ത തലങ്ങളിലേക്കൊക്കെ എത്തും. എവിടെയൊക്കെയോ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അമീറുൽ ഇസ്ലാമിനെ നമ്മൾ നോക്കിയാൽ അവൻ ഒറ്റയ്ക്ക് ജിഷയെ പോലൊരു ആളെ കൊല ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അവനെ എന്തുകൊണ്ട് നുണ പരിശോധനയ്ക്കും നാർക്കോ അനാലിസിസിനും വിധേയമാക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടാം. അങ്ങനെ ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ടും അവൻ മാത്രമല്ല ഈ കൊലപാതകത്തിൽ പങ്കാളികളെങ്കിൽ അതൊക്കെ ചിലപ്പോൾ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ കാര്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യം ആ പെൻ ക്യാമറയുടെ കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ പെൻ ക്യാമറ ഈ സകല കഥകളുടെയും കടങ്കഥയ്ക്ക് ഒരു ഉത്തരം നൽകും. ആ ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എപ്പോഴും ഈ കൊലപാതക കഥകൾ മാത്രം കേട്ട പോരല്ലോ, വേറെയും കഥകൾ ഈ ഭൂമിയിലുണ്ട്. ഒരു ആളിന്റെ ജയിൽ ചാട്ടം ഒരു ജയിലിനെ തന്നെ പൂട്ടിച്ച ഒരു രസകരമായ കഥയുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ചാടാൻ കഴിയില്ല എന്ന് ജയിൽ അധികാരികൾ ഉറച്ച് വിശ്വസിച്ചിരുന്ന ജയിലിൽ നിന്ന് ഒരാള് പുറത്തു ചാടി. അമ്പരിപ്പിക്കുന്ന പ്ലാനിങ്, അമ്പരിപ്പിക്കുന്ന സാഹസികത, അതൊക്കെ ആ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലമാണ്. അത് ഒന്ന് കേട്ടു നോക്കുന്നത് നല്ല രസമുള്ള ഒരു സംഭവമാണ്. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.